പാതയോരത്തെ പച്ചപ്പണിയിക്കാനൊരുങ്ങിയുള്ള പരിസ്ഥിതി ദിനാചരണം ശ്രദ്ധ നേടുന്നു. This news is brought to you by അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. പയ്യന്നൂർ നഗരസഭയും BMCയും ചേർന്നുള്ള പദ്ധതി നഗരസഭാ ചെയർമാൻ സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതിദിനം എന്ന് പറഞ്ഞാൽ മരം നട്ടുപിടിപ്പിക്കൽ മാത്രമല്ല, ഈ സിംബോളിക്കായിട്ടുള്ള കാര്യങ്ങളാണ്. പരിസ്ഥിതിദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമഗ്രമായ പരിസ്ഥിതി സംരക്ഷണമാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളും പരിപാടികളും നഗരസഭകളും ഗവൺമെൻറ്റുകളും എല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ആകെ കൂട്ടായ്മയിലാണ് നമുക്ക് നല്ലതുപോലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആ നിലയിലേക്കുള്ളൊരു കാഴ്ചപ്പാട് ഒരു പൊതുസമൂഹത്തിൻ്റെ പൊതുബോധമായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനും പരിസ്ഥിതിക്ക് കഴിയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ പരിസ്ഥിതിനം എന്ന് പറഞ്ഞാൽ ഒരുപാട് മരങ്ങൾ നട്ടുപിടിപ്പിച്ച് അതിലേക്ക് തിരിഞ്ഞു പോകുന്നൊരു നിലയുണ്ട്. അതിനപ്പുറത്തേക്കുള്ള വിശാലമായ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ പൊതുസമൂഹത്തെ എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ആ നിലയിൽ നമുക്ക് പരിസ്ഥിതി അവബോധമുണ്ടാക്കാനും അതിനനുസരിച്ച് ഇടപെടാനും നമുക്ക് കഴിയേണ്ടതുണ്ട് തന്നെയാണ് സൂചിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച പോലെ ഒരു പരിസ്ഥിതിയുടെ സിംബോളിക്കായിട്ടാണ് മരം നടന്നത്. നേരത്തെ നഗരസഭ ദേശീയപാതയോരത്ത് മരങ്ങൾ മുറിച്ചു മാറ്റിയിരുന്നു. ആ മരങ്ങൾ മുറിച്ചു മാറ്റിയ സമയത്ത് തന്നെ പകരം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനും അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇവിടെ ഞങ്ങൾ മരം നടന്നത്. ചടങ്ങിൽ പങ്കെടുക്കാൻ മുഴുവൻ ആളുടെയും അനുഭവങ്ങളുണ്ട്. എല്ലാവരുടെയും ഉദ്ഘാടനം നിർവഹിച്ച് അറിയിച്ചു. പെരുമ്പ ജുമാ മസ്ജിദ് പള്ളി പരിസരം മുതൽ പാതയുടെ ഇരുവശങ്ങളിലുമാണ് വൃക്ഷത്തൈകൾ നട്ടത്. മഞ്ഞക്കൊന്ന, പാരിജാതം, ആര്യവേപ്പ്, പുളി തുടങ്ങിയവയുടെ തൈകളാണ് ഇവിടങ്ങളിൽ നട്ടത്. എളുപ്പത്തിൽ വളരുന്ന മഞ്ഞക്കൊന്ന വേനൽക്കാലത്ത് തണൽ നൽകുന്നതോടൊപ്പം പൂവണിഞ്ഞ് നഗരത്തിന് ഒരു ദൃശ്യഭംഗി കൂടി കൈവരുന്നതും ആകർഷകമാകും. കാലാവസ്ഥാ വ്യതിയാനം മൂലം ചൂട് കൂടിക്കൂടി വരവേ ഒരു വലിയ മരത്തിന് 8 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കുറക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, വാഹനങ്ങൾ പുറത്തുവിടുന്ന വിഷമയമായ വാതകം വലിച്ചെടുത്ത് പ്രാണവായുവായ ഓക്സിജൻ പ്രദാനം ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് പ്രകൃതി സംരക്ഷണത്തിന് വലിയ പരിഗണന നൽകി പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കി നിൽക്കുന്നതിന് വേണ്ടി ഇതുപോലുള്ള വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കണമെന്നുള്ള ഒരാശയത്തിൻ്റെ ഭാഗമായി പയ്യന്നൂർ നഗരസഭ ഇതിൻ്റെ ഏറ്റവും നല്ല കർത്തവ്യമാണ് ഇവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. നഗരസഭ BMC കൺവീനർ B വിജയൻ മാസ്റ്റർ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VP മോഹനം മാസ്റ്റർ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M രാമകൃഷ്ണൻ, കൗൺസിലർമാരായ VPK ഇസ്മയിൽ, മനോജ്, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ P കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അടുക്കള ഇനി സ്മാർട്ട് ആക്കാം ഗൃഹലക്ഷ്മിയിലൂടെ. ഏറ്റവും പുതിയ ഗിഫ്റ്റ് ഐറ്റങ്ങളുടെയും അടുക്കള ഉപകരണങ്ങളുടെയും വമ്പിച്ച ശേഖരണം ഇപ്പോൾ ഗൃഹലക്ഷ്മിയിൽ മാത്രം. പ്രഷർ കുക്കർ, ഗ്യാസ് സ്റ്റൗ, മിക്സി, ഇൻഡക്ഷൻ കുക്ക് ടോപ്പ്, സ്റ്റീൽ ഐറ്റംസ്, അലുമിനിയം, പ്ലാസ്റ്റിക്, സെറാമിക്, ബ്രാസ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനി ഒരൊറ്റ കുടക്കീഴിൽ. ക്വാളിറ്റി പ്രോഡക്ട്സ്, ബെസ്റ്റ് സർവീസ്, ഫെസ്റ്റിവൽ ഓഫേഴ്സ്. ഷോപ്പിംഗ് ആഘോഷമാക്കാൻ ഇന്ന് തന്നെ സന്ദർശിക്കൂ ഗൃഹലക്ഷ്മി.